നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. മഴക്കാലം പകർച്ചവ്യാധികളുടെ കാലം കൂടിയാണ്. മഴയോടൊപ്പം എത്തുന്ന രോഗങ്ങളെ കരുതിയിരിക്കേണ്ടതിന്റെ ആവശ്യകതയുമുണ്ട്. ഈ വിഷയമാണ് ഇന്ന് ഹലോ ഡോക്ടർ സംസാരിക്കുന്നത്. സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് കേരള ഡയറക്ടറേറ്റ് ഓഫ് ഹെൽത്ത് സർവീസിലെ പൊതുജനാരോഗ്യ വിഭാഗം അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ റീത്ത KP ആണ്. സ്വാഗതം ഡോക്ടർ. ഡോക്ടർ, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ മഴക്കാലമാണ്, കരുതിയിരിക്കേണ്ട ഒട്ടനവധി കാര്യങ്ങളുണ്ട്. ഈ മഴക്കാലത്തോടൊപ്പം എത്തുന്ന ചില രോഗങ്ങളുമുണ്ട്. അവ എന്തൊക്കെയാണ് ഡോക്ടർ? മഴക്കാലത്ത് നമുക്ക് പ്രത്യേകിച്ച് ജലജന്യ രോഗങ്ങളാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കാണപ്പെടുന്നത്. അത് കൂടാതെ തന്നെ നമുക്ക് ജന്തുജന്യ രോഗങ്ങൾ നമ്മൾ അതിൻ്റെ കൂടെ കാണാറുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ മഴക്കാലം വരുന്നതിന് മുന്നേ തന്നെ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ എല്ലാ ജില്ലകളിലും നമ്മൾ നടത്തി തുടങ്ങിയിട്ടുണ്ട്, നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി തന്നെ നമുക്ക് ഡെങ്കിപ്പനികൾ ചിലപ്പോൾ എന്ന് വെച്ചാൽ ഈ ഇടവിട്ടുള്ള മഴ വന്ന സമയത്ത് നമുക്ക് സാധാരണ ഡെങ്കിപ്പനികൾ ഉറവിട നശീകരണം കൃത്യമായി നടത്തിയില്ല എങ്കിൽ പല സ്ഥലങ്ങളിലും ചിരട്ട, കപ്പ് അങ്ങനത്തെ സാധനങ്ങൾ ഉറവിടമായിട്ട് ഉണ്ടായിട്ടുണ്ടാകും. അതിനകത്ത് ചെറിയ ഒരു മഴച്ചാറ്റിൽ കൊള്ളുമ്പോൾ തന്നെ അതിനകത്ത് വെള്ളം വന്നു കഴിഞ്ഞാൽ അതിനകത്ത് കൂത്താടികൾ വളരാനുള്ള സാധ്യതകളുണ്ട്. അപ്പം മഴക്കാല പൂർവ്വ ശുചീകരണത്തിൻ്റെ ഭാഗമായി തന്നെ നമ്മൾ ആ പറയുന്ന എല്ലാ ഉറവിട നശീകരണവും ചെയ്യാനുള്ളൊരു നിർദ്ദേശം ജില്ലാ തലത്തിൽ നടത്തിയിട്ടുണ്ട്. അത് കൃത്യമായ രീതിയിൽ മോണിറ്ററിങ് ചെയ്ത് പോകുന്നുണ്ട്. അതുകൂടാതെ തന്നെ നമുക്ക് ഈ നല്ല ശക്തിയായിട്ടുള്ള മഴ വരുമ്പം സാധാരണഗതിയിൽ വെള്ളക്കെട്ടുകൾ പല സ്ഥലങ്ങളിലും വെള്ളം നന്നായി ഒഴുകി പോകുന്നുണ്ടാവും, വെള്ളം ഉണ്ടാകും. ആ വെള്ളത്തിൽ കൂടെ പല തരത്തിൽ, ഇപ്പോൾ കുട്ടികളൊക്കെ ആണെങ്കിൽ വെള്ളത്തിൽ കളിക്കും, കർഷകരാണെങ്കിൽ അതിനകത്ത് ചെളിവെള്ളത്തിലിറങ്ങി ബാക്കി കാര്യങ്ങൾ ചെയ്യും, ക്ലീനിങ്, ഓട വൃത്തിയാക്കൽ, ക്ലീനിങ്, അങ്ങനെ പല തരത്തിലുള്ള ഇതാണ് ആ സമയത്ത് നമ്മൾ ചെയ്യുന്നത് മഴക്കാലം വരുന്ന സമയത്ത്. പിന്നെ അതുമാതിരി തന്നെ MNRGS വർക്കേഴ്സ് അങ്ങനെയുള്ള ആളുകളൊക്കെ ഇതിനകത്ത്. അപ്പോൾ വെള്ളത്തിലിറങ്ങി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ കൈകാലുകളിൽ മുറിവുകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എലിപ്പനി രോഗം വരാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അവിടെ വെള്ളത്തിലിറങ്ങുന്ന സമയത്ത് സാധാരണ നമ്മൾ ഇത് പറയുന്നത് ഗംബൂട്ട്സും അല്ലെങ്കിൽ ഗ്ലൗസും ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടതെന്നുള്ളതാണ്. പലപ്പോഴും ഗാർഡനിങ് ഒക്കെ പലരും ചെയ്യാറുണ്ട്. ചിലപ്പോൾ വീട്ടമ്മമാരാണെങ്കിലും കുട്ടികളാണെങ്കിലും വീട്ടിൽ ഗാർഡനിങ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അവരൊന്നും കയ്യുറ ഉപയോഗിക്കുക അല്ലെങ്കിൽ ഗംബൂട്ട്സ് ഉപയോഗിക്കുകയൊന്നും ചെയ്യില്ല. പക്ഷേ പലരും ചിലപ്പോൾ ചെരുപ്പെടാതെ ആയിരിക്കും നടക്കുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ കാലിൻ്റെ അടിയിൽ വിള്ളലുണ്ടെങ്കിൽ അത് പൊട്ടിയിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് ഈ പറയുന്ന എലിപ്പനിയുടെ ആ വെള്ളത്തിൽ എലിയുടെ മൂത്രം ഇതായിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ എലിപ്പനി വരാനുള്ള സാധ്യതകളുണ്ട്. ഇത് എലിയുടെ മാത്രമല്ല, നമുക്ക് വീട്ടിൽ വളർത്തുന്ന മറ്റ് മൃഗങ്ങൾ, ഇപ്പം കന്നുകാലികളാവട്ടെ, അവരുടെ മൂത്രത്തിനൊക്കെ ഇതിനകത്തും നമുക്ക് കേസുകൾ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ഡെങ്കു കേസസ് നമ്മൾ ലെപ്റ്റോൻ്റെ കേസസ് നമ്മൾ ചെയ്ത് നോക്കുമ്പം ഈ പറയുന്ന മൃഗങ്ങളിൽ നിന്നുള്ള ഇതും കൂടെ നമുക്ക് രോഗം പരത്തുന്നുണ്ട്. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത് നമ്മൾ ഈ സ്ഥിരമായിട്ട് ഈ ഒരു തൊഴിലിൽ ഏർപ്പെടുന്ന ആളുകൾ നിർബന്ധമായിട്ടും ഡോക്സിസൈക്ലിൻ ഗുളിക കഴിച്ചിരിക്കണം. അത് ഡോക്സിസൈക്ലിൻ ഗുളിക എന്ന് പറയുന്നത് നമ്മൾ ഇപ്പം ഇതിന് പോകുന്ന MNRGS വർക്കേഴ്സ് നമ്മൾ ഇതിന് പോകുന്നതിന് മുന്നേ തൊഴിലുറപ്പ് പദ്ധതിയുടെ ആളുകൾ അതിന് പോകുന്നതിൻ്റെ തലേ ദിവസം ഈ ഒരു ഗുളിക 200 മില്ലിഗ്രാമിൻ്റെ ഒരു ഗുളിക നിർബന്ധമായും കഴിച്ചിരിക്കണം. അതൊരു 6 ആഴ്ച നമുക്ക് തുടർച്ചയായിട്ട് ആ ഗുളിക കഴിക്കാം. അപ്പം എലിപ്പനി, കാരണം ഇത് വളരെ വില കുറഞ്ഞിട്ടുള്ള മരുന്നാണ്, 2 രൂപയൊക്കെ അതിന് വരുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ കൃത്യമായിട്ട് പലപ്പോഴും നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ ഈ മരുന്ന് കൊടുത്താലും ചിലപ്പോൾ അവരത് കഴിക്കാതെ വരും. അപ്പോൾ കഴിക്കാതെ വന്നു കഴിഞ്ഞാൽ ഈ എലിയുടെ മൂത്രം കലർന്ന വെള്ളത്തിൽ ചവിട്ടി പണികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അസുഖം വരാനുള്ള സാധ്യതകൾ കൂടുതലുണ്ട്. നമുക്ക് പലപ്പോഴും മരണം തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളത് വളരെ വളരെ സിമ്പിളായിട്ടുള്ളൊരു ഗുളികയാണ്, വളരെ നമുക്ക് കഴിക്കാൻ പറ്റുന്നൊരു ഗുളികയാണ്. അത് നമ്മൾ രാവിലെ ഭക്ഷണം കഴിച്ചതിന് ശേഷം ആ ഗുളിക കഴിക്കുക. അത് മാത്രമേ ഉള്ളൂ അതിന് പ്രധാനമായിട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ ഇത് എല്ലാ തലങ്ങളിലും നമ്മളിപ്പം താഴെയുള്ള എല്ലാ ആശുപത്രികളുടെ എവിടെയും നമുക്ക് ഈ ഡോക്സിസൈക്ലിൻ ഗുളിക അവൈലബിൾ ആണ്. അതുമാത്രമല്ല, ഈ പണി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ വീടുകളിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായി കൈകാലുകൾ നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ട് വേണം നമുക്ക് ബാക്കിയുള്ളത് ചെയ്യാൻ. പിന്നെ കാണുന്നത് ജലജന്യ രോഗങ്ങൾ നമ്മൾ പ്രധാനമായിട്ട് കണ്ടുവരുന്നത് വയറ്റിളക്ക രോഗങ്ങളാണ്. അപ്പോൾ ഇപ്പോൾ കുറേ നാളായിട്ട് നമുക്ക് വയറ്റിളക്ക രോഗങ്ങളുടെ എണ്ണം കൂടി വരുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം ശുദ്ധമല്ലാത്ത വെള്ളം ഉപയോഗിക്കുമ്പം മഞ്ഞപ്പിത്തം വരാൻ സാധ്യതയുണ്ട്, ഹെപ്പറ്റൈറ്റിസ് എ, അത് ആ മഞ്ഞപ്പിത്തം വരാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ വയറിളക്ക രോഗങ്ങൾ നമുക്ക് വരാൻ സാധ്യതയുണ്ട്. പിന്നെ ചിലപ്പോൾ ഷിഗല്ല എന്ന് പറഞ്ഞിട്ടുള്ള അസുഖം, അതും ഒരുതരം വയറിളക്ക രോഗം തന്നെയാണ്, അത് വരാനും സാധ്യത. അതായത് നമ്മുടെ രക്തവും ഇതിൻ്റെ കൂടെ രക്തവും കഫവും മലത്തിൻ്റെ കൂടെ പോകുന്നതിനാണ് നമ്മൾ സാധാരണ ഷിഗല്ല കേസസ് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ അതിനകത്ത് ചിലപ്പോൾ കുട്ടികൾ വരുന്നത് അപസ്മാരമൊക്കെ ആയിട്ടായിരിക്കും ചിലപ്പോൾ വരാം, ഫീവറൊക്കെ ആയിട്ടായിരിക്കും വരാം. അപ്പോൾ നമ്മൾ ഈ പറയുന്ന വയറിളക്ക രോഗങ്ങൾ ഉണ്ടാക്കാനുള്ള
സാധ്യതകൾ ഒഴിവാക്കുക. നമ്മൾ വീടുകളിൽ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ വളരെ വൃത്തിയായിട്ട് തന്നെ കഴുകുക. അതോടൊപ്പം തന്നെ ഭക്ഷണം പാകം ചെയ്ത് കഴിഞ്ഞാൽ അടച്ചു വെക്കുക. കാരണം വെച്ചാൽ പലപ്പോഴും വേസ്റ്റൊക്കെ നമ്മൾ അവിടെ ഇവിടെ ഇടുന്ന സമയത്ത് ഈച്ച വന്നിരിക്കാൻ സാധ്യതകളുണ്ട്. അതേ ഈച്ചകൾ ചിലപ്പോൾ നമ്മുടെ ഭക്ഷണം പാകം ചെയ്തതിൽ വന്നിരുന്നാൽ നമുക്ക് അസുഖം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാ ഭക്ഷണങ്ങളും നമ്മൾ ഉണ്ടാക്കിയതിന് ശേഷം മൂടി വെച്ച് ഉപയോഗിക്കുക. അതാണ് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യാൻ. പിന്നുള്ളത് വെള്ളം നമ്മൾ എത്ര പറഞ്ഞാലും നമ്മൾ ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. പച്ചവെള്ളം ഒരു കാരണവശാലും കുടിക്കരുത്. അത് എത്ര ശുദ്ധമായിട്ടുള്ള പച്ചവെള്ളം, പലരും RO പ്ലാന്റിലെ വെള്ളമാണെങ്കിലും അല്ലെങ്കിൽ കൂളറിലെ വെള്ളമൊക്കെയാണ് ശുദ്ധമായ വെള്ളമാണെന്ന് വിചാരിച്ച് നമ്മൾ കുടിക്കും. പക്ഷേ അത് തിളപ്പിച്ച ആറ്റിയ വെള്ളം തന്നെ നമ്മളത് കുടിക്കണമെന്നുള്ളത് നിർബന്ധമാക്കണം. പലരും പറയുന്നത് ചൂടുവെള്ളം കുടിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസമാണ്. അത് സ്ഥിരമായി പച്ചവെള്ളം കുടിച്ച് വന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ടേസ്റ്റ് വ്യത്യാസമൊക്കെ തോന്നാം. പക്ഷേ നമ്മുടെ ഒരു ആരോഗ്യം നമ്മുടെ ആരോഗ്യമാണ്. അതിന് ശ്രദ്ധ ചെലുത്തേണ്ടത് നമ്മൾ തന്നെയാണ് എന്നുള്ള ഒരു ബോധം നമുക്കുണ്ടെങ്കിൽ ഒരു കാരണവശാലും നമ്മൾ പച്ചവെള്ളം കുടിക്കാൻ മുതിരില്ല. പിന്നെ അതേമാതിരി തന്നെ നമ്മൾ എവിടെ പോയി ഭക്ഷണം കഴിക്കുകയാണെങ്കിലും വെള്ളം ആക്കുമ്പോൾ തിളപ്പിച്ചാറിയ വെള്ളം തന്നെ കുടിക്കണം. കാരണം വെച്ചാൽ പലപ്പോഴും നമ്മൾ ചോദിക്കുമ്പം വെള്ളം ചൂടാക്കിയ വെള്ളത്തിനകത്ത് പച്ചവെള്ളം കലർത്തി കിട്ടും. പക്ഷേ അത് ഈ ചൂടാക്കിയ വെള്ളത്തിന് യാതൊരു ഗുണവും അത് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും തിളപ്പിച്ച വെള്ളത്തിലേക്ക് പച്ചവെള്ളം കലർത്തി നമ്മൾ കഴിക്കരുത്. അപ്പോൾ ശുദ്ധമായിട്ടുള്ള വെള്ളമാണ് കിട്ടുന്നതെന്നും അത് തിളപ്പിച്ചാറിയ വെള്ളമാണ് നമ്മൾ കുടിക്കുന്നത് എന്നുള്ളതും നമ്മൾ കൃത്യമായിട്ട് ഉറപ്പ് വരുത്തണം. അതാണ് നമുക്ക് ഏറ്റവും പ്രധാനമാണ്. അത് മാത്രം ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ജലജന്യ രോഗങ്ങൾ തടയാൻ സാധിക്കും. അതോടൊപ്പം തന്നെയാണ് മഞ്ഞപ്പിത്തം എന്നുള്ളത് നമ്മൾ ഹെപ്പറ്റൈറ്റിസ് A എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ സാധാരണ കണ്ടുവരുന്നതാണ്. വേറെയുള്ള ഹെപ്പറ്റൈറ്റിസ് Cയും Eയും എല്ലാം ഉണ്ട്. പക്ഷേ ഹെപ്പറ്റൈറ്റിസ് A നമ്മൾ കൃത്യമായിട്ട് പല സമയങ്ങളിൽ ഇപ്പോൾ നമുക്ക് ഒരുപാട് കേസുകൾ പല ജില്ലകളിൽ നിന്നും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതെന്ന് വെച്ചാൽ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന വെള്ളം, അത് കഴുകുമ്പോൾ ഉപയോഗിക്കുന്ന വെള്ളം, അതിൻ്റെ പാത്രങ്ങൾ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന വെള്ളം എല്ലാം നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളമാണെന്ന് ഉറപ്പ് വരുത്തിയാൽ നമുക്ക് ഹെപ്പറ്റൈറ്റിസ് A ഔട്ട്ബ്രേക്കുകൾ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. അപ്പോൾ അത് പലപ്പോഴും നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പം പല സാധനങ്ങൾ ഇപ്പം നമ്മൾ ചട്നി എഴുതാക്കുക അല്ലെങ്കിൽ സാലാഡ് ഉപയോഗിക്കുക എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിനകത്ത് ചിലപ്പം കൃത്യമായി കഴുകാതെ ഇപ്പം ഉള്ളിയൊക്കെ ഇതാക്കിയിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് കൃത്യമായി നല്ല വെള്ളത്തിലല്ല കഴുകിയിട്ടല്ല ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് ഈ പറയുന്ന അസുഖങ്ങൾ വരാൻ സാധ്യത നല്ലുണ്ട്. അതേമാതിരി നോൺ വെജിറ്റേറിയൻ ആണെങ്കിൽ അത് കഴുകുമ്പോഴും നല്ല ശുദ്ധമായ വെള്ളത്തിൽ തന്നെ നമ്മളത് കഴുകിയെന്ന് ഉറപ്പ് വരുത്തണം. അപ്പോൾ ഇത്തരം വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിൽ നമുക്ക് ഈ ഔട്ട്ബ്രേക്കുകൾ കുറയ്ക്കാൻ നമുക്ക് സാധിക്കും. കാരണം വെച്ചാൽ പലപ്പോഴും നമുക്ക് ഈ വെള്ളത്തിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള ഒരു ശുദ്ധത ഉറപ്പ് വരുത്താൻ സാധിക്കാത്തതും ശുദ്ധമായിട്ടുള്ള വെള്ളം സപ്ലൈ ചെയ്യാത്തത് കൊണ്ട് നമുക്ക് ഈ പറയുന്ന രീതിയിൽ അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കിണറുകളിൽ നമ്മൾ കൃത്യമായി ക്ലോറിനേഷൻ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു ഉറപ്പ് നമ്മൾ ഇതാക്കണം. അപ്പോൾ അതിനകത്ത് ചിലപ്പോൾ ഏതെങ്കിലും കേസ് നമ്മൾ നോക്കുന്ന സമയത്ത് ആ വെള്ളം കിണറ്റിലെ വെള്ളത്തിലൂടെയാണ് നമുക്കിത് അസുഖം വന്നതെന്ന് നമുക്ക് സംശയം. നമ്മൾ അതിൻ്റെ വെള്ളം എടുത്ത് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ചിലപ്പം മലിനം കലർന്നിട്ടുള്ള വെള്ളമായിരിക്കും, അല്ലെങ്കിൽ മലമൂത്ര വിസർജനത്തിൻ്റെ ഭാഗമായിട്ട് അതിനകത്ത് നമുക്ക് കോളയും ഇത് നമുക്ക് കാണാൻ സാധിക്കും അതിനകത്ത്. അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ടുള്ള ശുദ്ധമായിട്ടുള്ള വെള്ളമാണ് വരുന്നതെന്ന് ഉറപ്പ് വരുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ പാടങ്ങളിലൊക്കെ കിണറുണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് കിണറിലൊക്കെ ചെറിയ ഇതുണ്ടെങ്കിൽ വിള്ളലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് പാടത്തെ വെള്ളം കൂടെ കലർന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് മലിനസമാവാൻ സാധ്യതകളുണ്ട്. പ്രത്യേകിച്ച് സ്കൂളുകളൊക്കെ തുറക്കുന്ന സമയത്ത് സ്കൂളിൽ കൊടുക്കുന്ന വെള്ളം സപ്ലൈ ചെയ്യുന്ന ഇത് വെള്ളം എവിടെ നിന്നാണ് അവർക്ക് കിട്ടുന്നത്. അതേമാതിരി കൂളറുകൾ കുറച്ച് സ്കൂൾ അടച്ച സമയത്ത് അതൊക്കെ പൂട്ടിയിട്ടായിരിക്കും വെച്ചിട്ടുണ്ടാവുക. അതൊക്കെ കൃത്യമായിട്ട് നമ്മൾ ശുദ്ധമായിട്ട് തന്നെ വെച്ചിട്ടുണ്ട് എന്നുള്ള ഒരു ഉറപ്പ് വരുത്തണം എന്നുള്ളത് നമ്മൾ താഴോട്ട് ആരോഗ്യ വകുപ്പിന് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ വകുപ്പിന് നമ്മളൊരു നിർദ്ദേശം അങ്ങനെ സംസ്ഥാന തലത്തിൽ നിന്ന് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കൃത്യമായി നമ്മൾ മോണിറ്റർ ചെയ്യണം. പിന്നെ ഉള്ളത് നമ്മൾ ഈ വെള്ളം പലപ്പോഴും കുളത്തിലൊക്കെ വെള്ളം നിറഞ്ഞിരിക്കുന്ന സമയത്ത് കുട്ടികളൊക്കെ എല്ലാവരും ഈ വെള്ളത്തിൽ ചാടി മുങ്ങാങ്കുഴിയൊക്കെ ഇട്ടിട്ട് മുങ്ങി കുളിക്കുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പം എല്ലാവർക്കും അറിയുന്നതാണ് അമീബിക് മെനിഞ്ചോ എൻകെഫലൈറ്റിസ് ഒക്കെ നമുക്ക് വരുന്ന സമയമാണിപ്പം. പലപ്പോഴും നമ്മളത് പല കേസുകളായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ മുങ്ങാങ്കുഴിയിട്ട് മുങ്ങുന്ന സമയത്ത് മൂക്കിലൂടെ വെള്ളം ഇതാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ അവിടെയുള്ള ചർമ്മം പൊട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കിങ്ങനെ വരാനുള്ള സാധ്യതയുണ്ട്. വെച്ചാൽ പെട്ടെന്ന് മഴ വരുമ്പം അതിൻ്റെ ചുറ്റുമുള്ള അവിടെ വേസ്റ്റ് എന്തെങ്കിലും സൈഡിലൊക്കെ ഡംപ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മുഴുവനും ഈ വെള്ളത്തിൽ കലർന്ന് നമുക്ക് ആ വെള്ളം മലിനമാവാനുള്ള സാധ്യതകൾ ഏറെയാണ്. ഇതാണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ.
ഡോക്ടറെ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തരം ജീവിതത്തിൽ നമ്മൾ പാലിച്ചാൽ മതി. പ്രത്യേകിച്ച് ഒരു മഴക്കാലമാണ്. അതിൽ തന്നെ ഈ വ്യക്തി ശുചിത്വത്തിനും അതോടൊപ്പം തന്നെ ഈ പരിസര ശുചിത്വത്തിനും എനിക്ക് തോന്നുന്നു അത്രത്തോളം പ്രാധാന്യമുണ്ട്. ഡോക്ടർ ഇത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തിളപ്പിച്ചാറിയ വെള്ളം, അതിൽ പച്ചവെള്ളം ചേർത്ത് കഴിക്കുന്ന ഒരു ശീലം പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അത് എത്രത്തോളം ശരിയായിട്ടുള്ളൊരു കാര്യമല്ല എന്നുള്ളത് പലർക്കും അറിയില്ല. അത് വലിയ തെറ്റിദ്ധാരണയിലേക്ക് നമുക്ക് എളുപ്പ രീതിക്ക് വേണ്ടി നമ്മളങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷേ അത് വരുത്തി വെക്കുന്ന വരെയെന്ന് പറയുന്നത് അത് അത്രത്തോളമാണ് എന്നുള്ളത് കൂടിയുണ്ട്. അപ്പോൾ ഈ വ്യക്തി ശുചിത്വത്തിനോടൊപ്പം പരിസര ശുചിത്വമാണ് ഏറ്റവും കൂടുതൽ നമ്മൾ പാലിക്കേണ്ടത് എന്നുള്ളത് കൂടിയുണ്ട് അല്ലേ ഡോക്ടർ? അതോടൊപ്പം തന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധ വച്ചിരിക്കുന്നത് ഇപ്പോൾ ഒരുപാട് പഴങ്ങൾ ഉണ്ടാകുന്ന സീസണാണ്. അപ്പം ഈ പഴങ്ങളെല്ലാം പല സ്ഥലത്തും വീണ് കിടക്കണം. അപ്പോൾ കുട്ടികളൊക്കെ സാധാരണ കളിക്കാൻ പോവുക അല്ലെങ്കിൽ പലരും ഇതിലെ കൂടെ പോകുന്ന സമയത്ത് കടിച്ചിട്ട പഴങ്ങൾ ചിലപ്പോൾ വെറുതെ ഒന്ന് കഴുകിയിട്ട് കഴിക്കുന്നവരുണ്ട്. ചിലപ്പോൾ ആ കടിച്ച ഭാഗം മാത്രം ചെത്തിയിട്ട് അത് കഴിക്കുക. പിന്നെ ചിലപ്പം അത് നല്ല രീതിയിൽ കഴുകാതെ തന്നെ അത് കഴിക്കുക. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളിൽ നമുക്ക് നിപ്പ മാതിരിയുള്ള അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്, നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇത് എല്ലാം അവരവർ തന്നെ ഇതിനെക്കുറിച്ച് ഒരു അവബോധം നമുക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന പലതും നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങും. അങ്ങനെ വരുമ്പോൾ തന്നെ ഇതിൻ്റെ രോഗാരുത കുറയ്ക്കാൻ നമുക്ക് സാധിക്കും. അപ്പം എല്ലാവർക്കും അവരുടേതായിട്ടുള്ളത് നമ്മുടെ ആരോഗ്യം എന്നുള്ള ഒരു ചിന്ത നമുക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളിതിലെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കും. അതിനോടൊപ്പം തന്നെ എല്ലാ വകുപ്പുകളും അതിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്ത് കൊടുക്കാനും തയ്യാറാണ്. ഡോക്ടർ ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പനിയും മറ്റു രോഗങ്ങളും പലപ്പോഴും ഈ അവഗണിക്കുന്ന ഒരു സാഹചര്യം കാണാറുണ്ട്. ചെറിയ പനിയല്ലേ, അല്ലെങ്കിൽ ഡോക്ടറെ കാണണ്ട, അല്ലെങ്കിൽ സ്വയം ചികിത്സ നടത്തുന്ന പല ഘട്ടങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇത്തരത്തിലൊരു മഴയൊക്കെ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്, രോഗങ്ങൾ പടരുന്ന ഒരു ഘട്ടം കൂടിയുണ്ട്. അത് മാത്രമല്ല ഈ കോവിഡ് എന്ന് പറയുന്ന ടോപ്പിക്ക് കുറച്ച് നാളിന് ശേഷം വീണ്ടും ചർച്ചയിലേക്ക് വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൂടി ഒന്ന് മെൻഷൻ ചെയ്യും ഡോക്ടർ. മഴക്കാലം വരുമ്പോൾ നമ്മൾ പിന്നെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് വായുജന്യ രോഗങ്ങൾ. കാരണം പലതരത്തിലുള്ള അസുഖങ്ങൾ നമുക്ക് വരാൻ സാധ്യതയുണ്ട് ആ സമയങ്ങളിൽ. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഒരു ചെറിയൊരു പനി വന്നു കഴിഞ്ഞാൽ, ഒരു ജലദോഷം വന്നാലോ പലരും ആശുപത്രിയിൽ പോവില്ല. നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ പോയി പാരസെറ്റമോൾ ഗുളികയും ചുമയ്ക്കുള്ള മരുന്നും വാങ്ങി കഴിക്കുകയാണ് സാധാരണ പതിവ്. പക്ഷേ അത് നമ്മളിപ്പം കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ അത് വരുന്ന സമയത്ത് ഇപ്പോൾ പലതരത്തിലുള്ള ഇൻഫ്ലുവൻസകൾ നമുക്ക് വരുന്നു. നേരത്തെ പറഞ്ഞ മാതിരി കോവിഡിനേക്കാളും ഇതായിട്ട് നമുക്ക് H1N1 കേസസ് നമുക്ക് കൂടുതലായി കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അത് വരുന്ന സമയങ്ങളിൽ നമ്മൾ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ആ അസുഖം ഇതായി കഴിഞ്ഞാൽ കൃത്യമായിട്ട് തൂവാല ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മൾ പോകണം. പിന്നെ ഒരു പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അനാവശ്യമായിട്ട് കുട്ടികളെയും കൊണ്ട് ആശുപത്രികളിൽ പോകാതിരിക്കുക. പലപ്പോഴും നമ്മൾ കണ്ടുവരുന്ന ഒരു സാഹചര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ ആശുപത്രിയിൽ കിടക്കുന്ന രോഗികളെ കാണാൻ വേണ്ടി എല്ലാവരും കൂടെ ഒന്നിച്ചങ്ങോട്ട് ചെല്ലും, കുട്ടികളും എല്ലാവരും കൂടെ ഒന്നിച്ച് ചെല്ലും. അപ്പോൾ കഴിയുന്നതും ഈ സീസണുകളിൽ നമ്മൾ ഈ പറയുന്ന മാതിരി വയറിളക്ക രോഗങ്ങളുണ്ടാവാം, അല്ലെങ്കിൽ എലിപ്പനി, എല്ലാ അസുഖങ്ങളും അവിടെ ഉണ്ടാവാം. അപ്പോൾ H1N1 ഉണ്ടാവാം, കോവിഡ് ഉണ്ടാവും. അപ്പോൾ ആ സമയങ്ങളിൽ നമ്മൾ ഒരു കാരണവശാലും ഹെപ്പറ്റൈറ്റിസ് പ്രത്യേകിച്ച്, അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ അനാവശ്യമായിട്ടുള്ള ഹോസ്പിറ്റൽ സന്ദർശനം നമ്മൾ കൃത്യമായിട്ട് ഒഴിവാക്കണം. ഹോസ്പിറ്റലുകളിൽ നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായി മാസ്ക് ഉപയോഗിച്ചതിന് ശേഷം മാത്രം അവിടെ നമ്മൾ പോകണം. അപ്പം കുറേ നാളുകളായിട്ട് നമ്മൾ കോവിഡ് വന്നതിന് ശേഷം SMS എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അതായത് നമ്മൾ മാസ്ക് ഉപയോഗിക്കണം, സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിക്കണം, നമ്മുടെ സെൽഫ് പ്രൊട്ടക്ഷൻ നമ്മൾ നോക്കണം. ഇത് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നിരുന്നു. പക്ഷേ പലപ്പോഴും അത് ആളുകൾ മറന്നു തുടങ്ങിയിരിക്കുന്നു ഇതായിട്ട്. അത് നമ്മൾ ഈ അസുഖങ്ങൾ വരുന്ന സമയങ്ങളിൽ അല്ലെങ്കിൽ ഇതിൻ്റെ തീവ്രത കൂടുന്നതിനനുസരിച്ച് നമ്മൾ ചെയ്യണം. പക്ഷേ ഒരു ഭീതിജനകമായിട്ടുള്ള ഒരു അന്തരീക്ഷമല്ല എങ്കിൽ കൂടെ നമ്മൾ അതിൽ നിന്നും ഒഴിവാവാൻ വേണ്ടി നമ്മൾ കൃത്യമായിട്ടുള്ള ഈ പൊതുജന ഇതിനകത്ത് പോകുന്ന സമയത്ത്, സ്ഥലങ്ങളിൽ പോകുന്ന സമയത്ത് നമ്മളിത് ഉപയോഗിക്കുന്നത് വളരെ അഭികാമ്യമാണ്. പിന്നെ ഇതിലേറ്റവും പ്രധാനം വായുജന്യ രോഗങ്ങൾക്ക് വരുന്നതിൽ ഏറ്റവും പ്രധാനമാണ് വ്യക്തി ശുചിത്വം. നമ്മൾ ഒരു ഹോസ്പിറ്റൽ സന്ദർശനം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്ത് പോയി വന്നു കഴിഞ്ഞാലോ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ കൃത്യമായി നമ്മൾ കൈകാല് കഴുകി മുഖം കഴുകി നമ്മളത് നമ്മുടെ വ്യക്തി ശുചിത്വത്തിൽ ഉറപ്പ് വരുത്തണം. അതോടൊപ്പം തന്നെ സാനിറ്റൈസർ നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി വരികയാണെങ്കിൽ സാനിറ്റൈസർ നമ്മൾ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ടെന്നുള്ള ഒരു ഉറപ്പും കൂടെ നമ്മൾ ഉണ്ടാക്കണം. ഇതുകൂടാതെ നമുക്ക് പിന്നെ വരുന്നത് ഇപ്പോൾ കോവിഡിൻ്റെ കേസസ് പറഞ്ഞു. കോവിഡിൻ്റെ കേസസ് ഇപ്പം കഴിഞ്ഞ മാസത്തേനേക്കാളും കുറച്ച് കേസുകൾ നമുക്ക് ഇപ്രാവശ്യം കൂടുതലായിട്ട് വരികയാണ്. അത് കേസുകൾ കൂടുതൽ വരുമ്പം നമുക്ക് കാര്യമായിട്ടുള്ള ഒരു അഡ്മിഷനോ അങ്ങനെ കാര്യമായിട്ട് ഇല്ല എങ്കിൽ കൂടെ നമ്മളൊരു ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒരു സംഭവം കൂടിയാണ്. ഒരു ഭീതിയൊന്നും വേണ്ട. കാരണം നമ്മൾ കഴിഞ്ഞ കോവിഡുമാരി അങ്ങനെ പെട്ടെന്ന് കേസുകൾ കൂടുന്നു, അങ്ങനെ ഒരു വേണ്ട. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കണം. നേരത്തെ പറഞ്ഞ മാതിരി അസുഖങ്ങളുണ്ടെങ്കിൽ ആശുപത്രിയിൽ പോയി കൃത്യമായി ചികിത്സ എടുക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. പ്രത്യേകിച്ച് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഏതൊരു അസുഖം വരികയാണെങ്കിൽ, പകർച്ചവ്യാധികൾ ഏത് വരികയാണെങ്കിലും അതിനകത്ത് പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാറ്റഗറി ഓഫ് ആളുകളുണ്ട്. അതായത് പ്രായം കൂടിയ ആളുകൾ, പിന്നെ കോമോർബിഡിറ്റീസ്, അതായത് ഡയബറ്റീസോ ഹൈപ്പർ ടെൻഷനോ
അല്ലെങ്കിൽ വൃക്ക സംബന്ധമായിട്ടുള്ള രോഗങ്ങളോ അങ്ങനെയുള്ള അസുഖങ്ങളുള്ള ആളുകൾക്ക് ഇത് പിടിപെട്ടാൽ വന്ന് മരണത്തിലേക്ക് നിന്നും നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി കൃത്യമായി നമ്മൾ ഈ പറയുന്ന സമയങ്ങളിൽ ആശുപത്രിയിൽ അല്ലെങ്കിൽ അവർ ചികിത്സിക്കുന്ന ഡോക്ടറുടെ അടുത്ത് നിന്ന് കൃത്യമായി ചികിത്സ ഉറപ്പ് വരുത്തേണ്ടതാണ്. അതുകൂടാതെ ചെറിയ കുട്ടികൾ, ഗർഭിണികൾക്കൊക്കെ നമ്മൾ എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ അവരെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്ത് തന്നെ പോകണം. അത് വേറൊരു ടെസ്റ്റിന് വേണ്ടി കാത്തു നിൽക്കുക അങ്ങനെ ഇപ്പോൾ നമ്മൾ H1N1 ഒക്കെയാണെങ്കിൽ നമ്മൾ നേരത്തെ കുട്ടി അതിന് ഗുളികകൾ കൊടുക്കും. അപ്പോൾ അതേമാതിരി ജലജന്യ രോഗങ്ങൾ വരുമ്പോഴും അപ്പോൾ ഈ ഒരു കാറ്റഗറി ഓഫ് ആളുകൾ ഇത് എല്ലാ അസുഖങ്ങൾക്കും പ്രധാനം തന്നെയാണ്. അപ്പോൾ ഈ ഒരു കാറ്റഗറി ഓഫ് പ്രായമായിട്ടുള്ള ആളുകൾ ഇവരെയൊക്കെ നമ്മൾ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്ത് പോകണം. അപ്പോൾ ഇത് നമ്മൾ ഈ പറയുന്ന മാതിരി ആശുപത്രി സന്ദർശനങ്ങൾക്ക് ഇതിന് പുറമേ പോകുമ്പോൾ മാസ്ക് ഉപയോഗിക്കുക എന്നുള്ളത് പ്രത്യേകിച്ച് സ്കൂളുകൾ ഇനി തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പലപ്പോഴും പല അസുഖങ്ങളായിട്ടും കുട്ടികൾ സ്കൂളിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ സ്കൂൾ ബസ്സിലാണെങ്കിലും കോമൺ ട്രാൻസ്പോർട്ടിൽ ഇതാണെങ്കിലും നമ്മൾ വരുമ്പോൾ ജലദോഷമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ മാസ്ക് ഉപയോഗിക്കുക എന്നുള്ളത് നിർബന്ധമാക്കണം. അതുകൂടാതെ നമുക്ക് അസുഖങ്ങളുണ്ട്, പനിയും ജലദോഷവും ഉണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികളെ സ്കൂളിലേക്ക് വിടാതിരിക്കുക. കാരണം ഇത് സ്കൂളിൽ വിട്ട് കഴിഞ്ഞാൽ അടുത്ത കുട്ടിക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ എല്ലാവർക്കും അത് വരാനുള്ള സാധ്യതകൾ കൂടുതലുണ്ട്. അപ്പോൾ അതൊരു പ്രത്യേകം നമ്മൾ ഈ സമയങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതാണ്. പക്ഷെ അതോടൊപ്പം തന്നെ ചികിത്സയ്ക്കൊപ്പം ഈ ഭക്ഷണവും അതിൽ തുടർന്നുള്ള വിശ്രമത്തിനും ഏറെ പ്രാധാന്യമുണ്ടല്ലേ? നമ്മൾ സാധാരണഗതിയിൽ വിശ്രമം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന മാതിരി ചിലപ്പം പലപ്പോഴും നമുക്ക് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഡെങ്കിപ്പനിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക ഈ എല്ലാ പനികൾക്കും ഏകദേശം ലക്ഷണങ്ങൾ ഒന്നാണ്. അതായത് നമുക്ക് പനി ഉണ്ടാവാം, ചിലപ്പോൾ കൈകാല പേശി വേദനയായിരിക്കും. ഇതൊക്കെ ആ രോഗിയെ സംബന്ധിച്ച് ഇതെല്ലാം ഇതാണ് പറയുക. അവർ പറയുന്നത് കൈകാൽ കടച്ചിലുണ്ട്, കഴിച്ചിലുണ്ട്, ക്ഷീണമുണ്ട്, പനിയുണ്ട്. അപ്പം നമ്മൾ ആശുപത്രിയിൽ എത്തി ചികിത്സയ്ക്ക് വരുമ്പോഴാണ് ഇത് ഡെങ്കിപ്പനിയാണോ അല്ലെങ്കിൽ എലിപ്പനിയാണോ അതോ മറ്റേതെങ്കിലും പനി ഇതാണോ എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുന്നത്. പലപ്പോഴും മുന്നേ ഡെങ്കിപ്പനി വന്നിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഇപ്രാവശ്യം നമുക്ക് വരുമ്പം അതേമാതിരി, അതായത് കണ്ണിൻ്റെ പുറകിൽ വേദന, തലവേദന, പനി അങ്ങനെ ആയിരിക്കില്ല ചിലപ്പോൾ ലക്ഷണങ്ങൾ പറയുന്നുണ്ടാവുക. അവർ ചിലപ്പോൾ ലക്ഷണങ്ങൾ പറയുന്നത് വയറുവേദന, ഛർദി, വയറ്റിളക്കം അതായിരിക്കും ചിലപ്പോൾ അവർ ലക്ഷണങ്ങൾ പറയുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ ഡേഞ്ചർ സിഗ്നൽസ് എന്ന് പറയുന്നത്, റെഡ് ഫ്ലാഗ് സൈൻസ് എന്ന് പറയുന്നത് അതാണ്. അതായത് നമ്മൾ അങ്ങനെ ഒരു അസുഖം വരുന്ന സമയത്ത് അവരുടെ കൃത്യമായിട്ടുള്ള അവരെന്ത് ജോലിയാണ് ചെയ്യുന്നത് എന്ന് മുതലാണ് അസുഖം. കാരണം സാധാരണ ആശുപത്രിയിൽ എത്തുന്ന ആളുകൾ ഒരു 104 ഡിഗ്രിയിലൊക്കെ കൂടുതൽ പനി ഉണ്ടെങ്കിൽ മാത്രമേ പനിയാണെന്ന് പറഞ്ഞു വരുള്ളൂ. അതിനേക്കാളും കുറച്ച് ഒരു 101, 102 ആണെങ്കിൽ അവർ മെഡിക്കൽ ഷോപ്പിൽ പോയി മരുന്ന് കഴിക്കുക അല്ലെങ്കിൽ അവർ സ്വയം ചികിത്സ ചെയ്യുകയും ചെയ്യും. അപ്പോൾ ആശുപത്രിയിൽ എത്തുമ്പോഴേക്കും ഈ പറയുന്ന റെഡ് ഫ്ലാഗ് സൈൻസ് ഉണ്ടെങ്കിൽ അത് അതിതീവ്രമായിട്ടുള്ള ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങളാണ്. അതായത് ഹെമറാജിക് ഫീവറിൻ്റെ ലക്ഷണമാണ്. അതായത് ഉള്ളിൽ ആന്തരവയവങ്ങളിൽ എവിടെയെങ്കിലും രക്തം ബ്ലീഡിങ് ഡിസോർഡറായിട്ട് വരുന്നുണ്ടാവും. അതുകൊണ്ടാണ് ഇങ്ങനെ ലക്ഷണങ്ങൾ കാണിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ കൃത്യമായിട്ട് താഴെ തട്ടിൽ എല്ലാ ആളുകൾക്കും ബോധവൽക്കരണ ക്ലാസ്സുകൾ നടത്തുമ്പം ഇതിനകത്ത് പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെ പറയാൻ നമ്മൾ അവരോട് പറഞ്ഞു. പലരും വീട്ടിൽ നിന്നാണെങ്കിലും ഗ്യാസാന്ന് പറഞ്ഞിട്ട് ഗുളിക കഴിക്കും. അപ്പോൾ ആ തരത്തിൽ ഇതാക്കും. പിന്നെ അങ്ങനെ അസുഖങ്ങളുള്ള ആളുകൾ കഴിയുന്നതും റെസ്റ്റ് എടുക്കാൻ പറഞ്ഞാൽ റെസ്റ്റ് എടുക്കണം. പലപ്പോഴും നമുക്കെന്ന് വെച്ചാൽ ഈ കോവിഡൊക്കെ വന്നതിന് ശേഷം നമ്മൾ റെസ്റ്റ് എടുക്കാൻ പറയുമ്പോൾ അവർക്ക് സാമ്പത്തിക തകർച്ച വരും എന്നുള്ള രീതിയിൽ നമ്മൾ ചിലപ്പം ജനങ്ങളോട് സംസാരിക്കുമ്പോൾ അവർ പറയും നിങ്ങൾ ആശുപത്രി കാണിച്ചു കഴിഞ്ഞാൽ കുറേ ദിവസം അവിടെ കിടത്താം. അങ്ങനെയൊന്നുമില്ല. കാരണം നമ്മൾ ഡെങ്കിക്ക് പ്രധാനമായിട്ട് നമ്മൾ അസുഖങ്ങൾ വരുമ്പോൾ ചെയ്യേണ്ടത് ധാരാളം വെള്ളം കുടിക്കുക, വിശ്രമിക്കുക, കൃത്യമായിട്ടുള്ള സമയങ്ങളിൽ ഭക്ഷണം കഴിക്കുക. അത് ഏതൊരു അസുഖത്തിനും അങ്ങനെ തന്നെ ഭക്ഷണം കൃത്യമായിട്ടുള്ള രീതിയിൽ കഴിക്കുക. അതും നല്ല വീട്ടിലുണ്ടാക്കിയ ചൂടോടെയുള്ള ഭക്ഷണങ്ങൾ തന്നെ പനി അസുഖങ്ങൾ വരുന്ന സമയത്ത് കഴിക്കുക. പ്രത്യേകിച്ച് തിളപ്പിച്ചാറിയ വെള്ളം മാത്രം, ശുദ്ധമായിട്ടുള്ള തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുന്നുണ്ടെന്നുള്ള ഒരു ഉറപ്പും കൂടെ നമ്മൾ വരുത്തുക. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി വ്യക്തി ശുചിത്വം, പരിസര ശുചിത്വം ഇതോടൊപ്പം തന്നെ നമ്മൾ പാലിക്കണം. നമ്മൾ ഇവിടുന്ന് നമ്മുടെ വീട് വൃത്തിയാക്കാൻ വേണ്ടി സാധനങ്ങൾ വലിച്ചെറിഞ്ഞ് വേറൊരു സ്ഥലത്തേക്ക് ഇടരുത്. എല്ലാവരും അവനവൻ്റെ ആരോഗ്യം അവനവൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന രീതിയിൽ തന്നെ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന പകർച്ചവ്യാധികളെ തടയാൻ നമുക്ക് സാധിക്കുള്ളൂ. ഡോക്ടർ നേരത്തെ ഒന്ന് മെൻഷൻ ചെയ്യുകയുണ്ടായി ഈ H1N1 പറ്റിയിട്ട്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ കുറച്ച് കൂടുതലായി ഒരു ചെറിയ ഇടവേളകളൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് ഈ H1N1 എന്ന് പറയുന്നത്. കുട്ടികൾക്കടക്കം ഉണ്ടാകുന്ന ഒരു സാഹചര്യം. ഹോസ്പിറ്റൽസൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ H1 കേസുകൾ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി കൂടി ഒന്ന് മെൻഷൻ ചെയ്യൂ ഡോക്ടർ. ഈ H1N1 എന്ന് പറയുന്നത് നമ്മളെ ഇൻഫ്ലുവൻസ വിഭാഗത്തിൽപ്പെട്ട ഒരു അസുഖമാണ്. അതും ഇതുമാതിരി തന്നെയാണ്, ജലദോഷം മാതിരി തന്നെ സാധാരണ വരുന്ന മാതിരി പനിയും ജലദോഷമൊക്കെയാണ് ആളുകൾക്ക് വരുന്നത്. പക്ഷേ എന്ന് വെച്ചാൽ ചിലപ്പോൾ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ശ്വാസം മുട്ടലായിട്ട് നമുക്ക് വരാം. അപ്പം നമ്മൾ എല്ലാത്തിനകത്തും ഇൻഫ്ലുവൻസ ലൈക്ക് ഇൽനെസ് എന്ന് പറയുന്നത് ഈ ജലദോഷം, പനി ഇത്തരത്തിലുള്ള അസുഖങ്ങളെല്ലാം വന്നു കഴിഞ്ഞാൽ നമ്മൾ ചികിത്സ ഒരേ രീതിയിൽ തന്നെയാണ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ അതിനെ ടെസ്റ്റിംഗ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ പറയുന്ന H1N1 ആണോ അതോ വേറെ എന്തെങ്കിലും വൈറസ് ആണോ എന്നുള്ളത് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്.
അപ്പോൾ ഇത് H1N1 ഒരു ഇത് എന്താണെന്ന് വെച്ചാൽ നമുക്കത് നേരത്തെ കൂട്ടി നമ്മൾ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഈ പറയുന്ന മാതിരി ഒരാളിൽ നിന്ന് ഒരാൾക്ക് പകരാൻ സാധ്യത ഏറെയുള്ള ഒരു അസുഖമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ചുമയ്ക്കുമ്പോഴോ ഇതാക്കുമ്പോഴോ എന്താണ് ആ ഡിസ്റ്റൻസ് പാലിച്ചുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യണം. കാരണം വെച്ചാൽ വായ പൊത്തി തന്നെ ചുമയ്ക്കണം. തൂവാല ഉപയോഗിച്ച് തന്നെ നമ്മൾ അസുഖമുള്ള സമയത്ത് പോകണം. മാസ്ക് ഉപയോഗിക്കാതെ നമ്മൾ എവിടേക്കും ആ സമയത്ത് ഇറങ്ങണം. ഒരാൾക്ക് H1N1 ഉണ്ടെങ്കിൽ മാസ്ക് ഉപയോഗിക്കാതെ നമ്മൾ അതിന് പുറത്തേക്ക് പോകാൻ പാടില്ല. അപ്പോൾ ഇത്തരത്തിൽ ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചികിത്സിക്കാൻ എളുപ്പമാണ്. കാരണം ഇതിനകത്ത് ഗുളിക എല്ലാ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും എല്ലാ സാമൂഹിക ആരോഗ്യ കേന്ദ്രങ്ങളിലും നമ്മുടെ എല്ലാ ആശുപത്രികളിലും ഇത് ലഭ്യമാണ്. അപ്പോൾ അതിനുള്ള ഗുളിക നമുക്ക് കഴിക്കാം. പക്ഷേ നേരത്തെ കൂട്ടി ഇത് ആശുപത്രിയിൽ എത്തിയാൽ മാത്രമാണ് നമുക്കിത് H1N1 ആണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു ഇൻഫ്ലുവൻസ ടൈപ്പ് ഇൽനെസ് തന്നെയാണ് H1N1 എന്ന് പറയുന്നത്. അത് നമ്മൾ മനുഷ്യന്മാരിൽ കാണുന്ന ഒരു ഇതാണ്. ഡോക്ടറോടൊപ്പം തന്നെ സർക്കാരിന്റെ ഭാഗത്തുണ്ടാകുന്ന ഇടപെടലുകൾ, ഈ മഴക്കാല രോഗപ്രതിരോധത്തിനൊക്കെ തന്നെ ചെയ്യുന്ന ഇടപെടലുകൾ എന്തൊക്കെയാണ് ഡോക്ടർ? നമ്മൾ കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ നമ്മൾ ഈ പറയുന്ന മാതിരി നമ്മൾ ജില്ലാ തലത്തിൽ ഇത് മുഴുവൻ നോക്കുന്നത് ഡിസ്ട്രിക്ട് സർവൈലൻസ് ഓഫീസേഴ്സാണ്. അവരുടെ ഒരു ടീം അവിടെയുണ്ട്. അവരുടെ നേതൃത്വത്തിലാണ് നമ്മൾ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും അവിടെ ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ തന്നെ അംഗനവാടി വർക്കേഴ്സ് ഉണ്ട്, ആശാ വർക്കേഴ്സ് ഉണ്ട്, JPHമാരുണ്ട്, JHമാരുണ്ട്. ഇവരെല്ലാവരുമാണ് ഫീൽഡ് ലെവൽ ആക്ടിവിറ്റീസ് നടത്തി പോരുന്നത്. അപ്പോൾ ഈ സ്ഥലങ്ങളിൽ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ തന്നെ നമ്മൾ മന്ത്രിയുടെ അവലോകന യോഗങ്ങളും മുഖ്യമന്ത്രിയുടെ അവലോകന യോഗങ്ങളും അതുകൂടാതെ തന്നെ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ ഡയറക്ടറുടെ അവലോകന യോഗങ്ങളും മാസമുള്ള അഡീഷണൽ ചീഫ് സെക്രട്ടറിയും പങ്കെടുക്കുന്ന മീറ്റിങ്ങുകളിൽ നമ്മൾ കൃത്യമായിട്ട് മാസത്തിൽ അവലോകനങ്ങൾ നമ്മൾ ചെയ്തു. അവിടെ എവിടെയാണോ നമ്മൾ ബുദ്ധിമുട്ട് കണ്ടുപിടിക്കുന്നത്, അതായത് ഹോട്ട്സ്പോട്ട്സ് ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് ഈ ഹോട്ട്സ്പോട്ട് ഓരോ ജില്ലയിലും ഏതാണ് ഹോട്ട്സ്പോട്ട് എന്നുള്ളത് ജില്ലക്കാർക്ക് കൃത്യമായി അറിയും. അത് ഇപ്പോൾ നമ്മൾ വാർഡ് ലെവലിൽ തന്നെ ഏതാണ് ഹോട്ട്സ്പോട്ട് എന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് ഓരോ അസുഖങ്ങൾക്കും ഓരോ ഹോട്ട്സ്പോട്ട് ഉണ്ടാവും. ആ ഹോട്ട്സ്പോട്ട് ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് അത് താഴെ പഞ്ചായത്ത് തലത്തിൽ തന്നെ വാർഡ് അടിസ്ഥാനത്തിൽ അത് ഐഡൻറ്റിഫൈ ചെയ്ത് പഞ്ചായത്ത് തലത്തിൽ അതിനുള്ള യോഗങ്ങൾ മാത്രമല്ല അതിനുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുകയും ആ പ്രവർത്തനത്തിൻ്റെ ഒരു ആക്ഷൻ എന്താണോ നമുക്ക് ആ പ്രവർത്തനം കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ കിട്ടിയിരിക്കുന്നത്. അതായത് ഇപ്പോൾ ഒരു ഡെങ്കു കേസസ് ഹോട്ട്സ്പോട്ടായിട്ടുള്ള ഒരു സ്ഥലങ്ങളിൽ പഞ്ചായത്തിൻ്റെയും മെഡിക്കൽ ഓഫീസറുടെയും അവിടുത്തെ ടീമിൻ്റെയും ഇടപെടലുമുണ്ട്. അത് മാത്രമല്ല ഇൻ്റർസെക്ടറൽ കോർഡിനേഷൻ ഇതിന് പ്രധാനമാണ്. കാരണം ഇപ്പോൾ നമുക്ക് ഓരോ അസുഖങ്ങൾക്ക് ഇപ്പോൾ ഡെങ്കി പനിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പലപ്പോഴും നമുക്ക് പ്ലാന്റേഷൻസിൽ, അതായത് റബ്ബർ തോട്ടം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്കിത് കേസ് വരും. അപ്പോൾ അവരെയും കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ഇൻ്റർസെക്ടറൽ കോർഡിനേഷൻ വാട്ടർ അതോറിറ്റി ഉണ്ടാവും, പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഉണ്ടാവണം, ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവണം, ഫോറസ്റ്റ്. അപ്പോൾ ഈ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും കളക്ടറുടെ അധ്യക്ഷതയിൽ യോഗങ്ങൾ കൂടി ഓരോരുത്തർക്കും നമ്മൾ ആരോഗ്യ ജാഗ്രതാ കലണ്ടർ സർക്കാർ തന്നെ ഇതാക്കിയ ഒരു ആരോഗ്യ ജാഗ്രതാ കലണ്ടർ, ആ ആരോഗ്യ ജാഗ്രതാ കലണ്ടറിൽ പറഞ്ഞിരിക്കുന്ന ഓരോ മാസങ്ങളിലും എന്തൊക്കെ പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യണമെന്നുണ്ട് അതിനകത്ത്. അത് ജനുവരി 1 തന്നെ നമ്മൾ റിലീസ് ചെയ്തിട്ടുള്ളതാണ്. അതിനുള്ള പ്രവർത്തനങ്ങൾ എല്ലാ ജില്ലകളിലും കൃത്യമായി നടക്കുന്നുണ്ട്. അതിൻ്റെ അവലോകന യോഗങ്ങളും ഈ പറയുന്ന സമയങ്ങളിൽ അത് എത്ര മാത്രം ഇത് നടന്നു, അതിൻ്റെ പ്രവർത്തനത്തിന് ശേഷം നമുക്ക് അവിടെ കേസസ് കുറയാൻ സാധിച്ചിട്ടുണ്ടോ, അതല്ല ചിലപ്പോൾ കേസസ് കുറയ്ക്കാൻ പറ്റാത്തത് ആരോഗ്യവകുപ്പിൻ്റെ ഇടപെടലുകൊണ്ട് മാത്രം പറ്റില്ല. ചിലപ്പോൾ അവിടെ വെള്ളത്തിന് ദൗർലഭ്യം കുറയുമ്പോൾ അവർ പലപ്പോഴും പിടിച്ചു വയ്ക്കുന്ന വെള്ളമായിരിക്കും. അപ്പോൾ അവിടെ വെള്ളം കൃത്യമായി ലഭ്യത ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടി ബാക്കിയുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സും അതിൻ്റെ കൂടെ നിൽക്കേണ്ടി വരും. അപ്പോൾ ഇത്തരം ഓരോരോ കാര്യങ്ങൾ, ഇപ്പോൾ ഹെപ്പറ്റൈറ്റിസ് വരുന്ന സമയത്ത് നമുക്ക് അവിടെ ഹോട്ടലുകാരുടെ അവരുടെ ഇത് നമുക്ക് വേണ്ടി വരും, കേറ്ററിംഗുകാരുടെ ഒരു ഇത് വേണ്ടി വരും. അപ്പോൾ അവരുമായിട്ട് നമ്മൾ ചർച്ച ചെയ്യും. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ നമുക്ക് ഈ ഇടപെടലുകൾ കൊണ്ട് എത്രത്തോളം നമുക്ക് കേസിൻ്റെ തീവ്രത കുറയ്ക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു പ്രവർത്തനങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഒരു ഇത് നമ്മൾ ഇത്തവണ തുടങ്ങിയ എല്ലാ സ്ഥലങ്ങളിലും മുന്നേയും നമ്മളിത് കൊടുക്കാൻ, പക്ഷേ ഇപ്രാവശ്യം അത് കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആക്കി നമ്മൾ കൃത്യമായി താഴെത്തട്ടിൽ ഇത് നമ്മൾ നടത്തുന്നുണ്ടെന്നുള്ള ഉറപ്പ് വരുത്തണം. ഡോക്ടർ ഒന്ന് ഇടപെടുകയാണ്, സമയപരിമിതിയുണ്ട്. മഴക്കാല രോഗങ്ങളും പ്രതിരോധം എന്ന വിഷയമാണ് ഇന്ന് ഹലോ ഡോക്ടർ സംസാരിച്ചത്. സംശയങ്ങൾക്ക് മറുപടി നൽകിയത് കേരള ഡയറക്ടറേറ്റ് ഓഫ് ഹെൽത്ത് സർവീസിലെ പൊതുജനാരോഗ്യ വിഭാഗം അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ റീത്ത KP ആണ്. നന്ദി ഡോക്ടർ. ഹലോ ഡോക്ടർ അവസാനിക്കുന്നു. നമസ്കാരം.